ഈ പെൺകുട്ടിയെ അവളുടെ ഭർത്താവ് ചതിക്കുകയാണെന്ന് കണ്ടെത്തി. ഭർത്താവ് മറ്റൊരു സ്ത്രീയുമൊത്തുള്ള ചിത്രം കാണിച്ചിട്ട് ഇത് സത്യമാണോ എന്ന് പെൺകുട്ടി ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ആ യുവാവട്ടെ അവളുടെ നേർക്ക് വിവാഹമോചന കരാറുകൾ നീട്ടുന്നു. ഇത് തന്റെ കാമുകിയെ സമാധാനപ്പെടുത്താനുള്ള ഒരു കരാർ മാത്രമാണ്. ഈ നാടകത്തിൽ തന്റെ കാമുകി സന്തുഷ്ടയായി കഴിഞ്ഞാൽ ഉടനടി തന്നെ പെൺകുട്ടിയെ വീണ്ടും പുനർവിവാഹം ചെയ്യുമെന്ന് അയാൾ അവളോട് പറയുന്നു. ഭർത്താവ് ഉൾപ്പെടെ എല്ലാവരും പെൺകുട്ടി അതിൽ സൈൻ ചെയ്യില്ലെന്നാണ് കരുതിയത്. പക്ഷേ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് പെൺകുട്ടി അടുത്ത സെക്കൻഡിൽ തന്നെ അതിൽ സൈൻ ചെയ്യുന്നു. പെൺകുട്ടി അവിടെ നിന്ന് പോയതിനു ശേഷം ഉടനടി തന്നെ ഭർത്താവിന്റെ സുഹൃത്ത് അവന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചിലപ്പോൾ പെൺകുട്ടി ഈ കാര്യങ്ങൾ ഗൗരവത്തോടെ തന്നെയായിരിക്കാം എടുത്തിരിക്കുന്നതെന്ന്. പക്ഷേ അവൻ എല്ലാവരെയും പരിഹസിച്ചു. കാരണം അവന് നല്ലവണ്ണം അറിയായിരുന്നു പെൺകുട്ടി അവനെ ഉപേക്ഷിച്ച് എവിടേക്കും പോകില്ല എന്ന്. ഇതിന്റെ പിന്നിലെ കാരണം എന്തെന്ന് വെച്ചാൽ ചെറുപ്പകാലത്ത് തന്റെ അച്ഛനമ്മമാരുടെ മരണം ആ പെൺകുട്ടി കൺമുന്നിൽ തന്നെ കണ്ടിരുന്നു. അതോടെ അവൾക്ക് സെലക്റ്റീവ് മ്യൂട്ടിസം എന്ന അസുഖം ബാധിക്കുകയും യുവാവ് അടുത്തുണ്ടെങ്കിൽ മാത്രമേ അവൾക്ക് സംസാരിക്കാനും സാധിക്കൂ. പക്ഷേ അവർക്കാർക്കും ഇതുവരെയും അറിയില്ലായിരുന്നു പെൺകുട്ടിയുടെ അസുഖം ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു എന്ന്. അതേ നിമിഷത്തിൽ തന്നെ പെൺകുട്ടിയുടെ ആദ്യ പ്രണയം അവളെ വിളിക്കുകയും അവനോട് താൻ വിവാഹമോചനം നേടിയ കാര്യം പറയുകയും ചെയ്യുന്നു. ഈ വാർത്ത അവന്റെ ഉള്ളിൽ മരവിപ്പുണ്ടാക്കിയെങ്കിലും കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം എല്ലാ ധൈര്യവും സംഭരിച്ച് പെൺകുട്ടിയോട് അവൻ വിവാഹ അഭ്യർത്ഥന നടത്തി. പെൺകുട്ടി ഒരു മടിയും കൂടാതെ അതിന് സമ്മതവും അറിയിക്കുന്നു. അപ്പോൾ തന്നെ പെൺകുട്ടി ഭർത്താവുമൊത്തുള്ള വീട്ടിലേക്ക് പോയി അവളുടെ സാധനങ്ങൾ പാക്ക് ചെയ്തിറങ്ങാൻ നേരം തന്നെ അയാളുടെ കാമുകി അവിടേക്ക് വന്ന് അവളെ അപമാനിച്ച് സംസാരിക്കുകയും കുടുംബവുമായിട്ടുള്ള പെൺകുട്ടിയുടെ ഫോട്ടോ നിലത്തേക്കിട്ട് നശിപ്പിക്കുകയും ചെയ്യുന്നു. ദേഷ്യം വന്ന പെൺകുട്ടിയാവട്ടെ അവളുടെ കരണത്തടിക്കുന്നു. എന്നാൽ പെൺകുട്ടിയുടെ ഭർത്താവ് അവിടേക്ക് വന്ന് കാമുകിയെ ചേർത്ത് പിടിക്കുകയും അവളോട് ക്ഷമ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ പെൺകുട്ടിയെ പുനർവിവാഹം ചെയ്യില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. ഭർത്താവിന്റെ വാക്കുകളിൽ വളരെയധികം വെറുപ്പ് തോന്നിയ പെൺകുട്ടി അയാളെ അടിക്കാനായി തുടങ്ങുന്നുണ്ടെങ്കിലും അയാൾ ആ കൈ തടുക്കുന്നു. ഇപ്പോഴും ഇത് തന്റെ വീടാണെന്നും ഇവിടെ പ്രശ്നമുണ്ടാക്കാനാണ് ഭാവമെങ്കിൽ ഇറങ്ങിപ്പൊക്കോളാനും അയാൾ അവളോട് പറയുന്നു. ഉടനടി തന്നെ പെൺകുട്ടി തന്റെ സ്യൂട്ട് കേസുമായി അവിടെ നിന്ന് പോകാൻ തുടങ്ങിയതാണെങ്കിലും വീട്ടുജോലിക്കാരി അവളെ തടയും. പുറത്ത് നല്ല മഞ്ഞുവീഴ്ചയുണ്ടെന്നും ആ ദിവസം അവളോട് അവിടെ തുടരാനും ആവശ്യപ്പെടുന്നു. പക്ഷേ അവളുടെ ഭർത്താവ് എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പെൺകുട്ടി ആ വീട് വിട്ടു പോകുന്നു. അവളെ കൊണ്ടാക്കാൻ ഭർത്താവ് ഒരു ഡ്രൈവറെ പോലും ഏർപ്പാടാക്കിയിരുന്നില്ല. അവൻ കരുതിയിരുന്നത് എപ്പോഴത്തെയും പോലെ തന്നെ പെൺകുട്ടി ഇപ്രാവശ്യവും തന്നോടൊപ്പം തന്നെ നിൽക്കുമെന്നാണ്. പക്ഷെ എന്നേക്കുമായി അവളെ നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. ഒറ്റപ്പെട്ട രാത്രിയിൽ തെരുവീതിയിലൂടെ പെയ്തിറങ്ങിയ മഞ്ഞ് ശരീരത്തിൽ പതിച്ചപ്പോൾ തന്റെ അച്ഛനമ്മമാർ മരണപ്പെട്ട ആ രംഗമായിരുന്നു അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. അന്നത്തെ ദിവസവും നല്ല മഞ്ഞുണ്ടായിരുന്നു. കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകുന്ന സമയത്ത് തന്നെ ഒരു വ്യക്തി കൊടയുമായി അവളുടെ അടുത്തേക്ക് എത്തുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, അവളുടെ ആദ്യത്തെ പ്രണയമായിരുന്നു.